ജനത്തിനോടൊപ്പം തന്നെ താനും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ്. അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള ഈ നിമിഷങ്ങളിൽ ആര്യാടൻ ഷൗക്കത്ത് സൂചിപ്പിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ ആയിരിക്കും ഇനി ഈ ഒരു വോട്ടെണ്ണൽ പ്രക്രിയയുടെ തുടർച്ച? ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. കൃത്യം 7:30 തന്നെ സ്ട്രോങ് റൂം തുറന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ പുറത്തെത്തിക്കും. തുടർന്ന് 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നതാണ് പറയേണ്ടത്. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾക്കായി 14 ടേബിളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 19 റൗണ്ടുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. അതിൽ ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ്. 1403 പോസ്റ്റൽ വോട്ടുകളാണ് ഉള്ളത്. ഇത് ആദ്യം എണ്ണും. അതിനുശേഷം വിവിപാറ്റിലേക്ക് പോകുമെന്നതാണ് പറയേണ്ടത്. എന്തായാലും 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണ് നിലമ്പൂരിൽ ഉള്ളത്. ഇതിൽ വഴിക്കടവാണ് ആദ്യത്തെ 1 മുതൽ 46 വരെ ബൂത്തുകളുള്ളത് വഴിക്കടവ് പഞ്ചായത്തിലാണ്. അത് കഴിഞ്ഞ് മൂത്തേടം വരുന്നു. 47 മുതൽ 70 വരെ ബൂത്തുകൾ. അതിനുശേഷം എടക്കര 71 മുതൽ 97 വരെ ബൂത്തുകൾ. അതിനുശേഷം പോത്തുകൽ 98 മുതൽ 126 വരെ ബൂത്തുകൾ. തുടർന്ന് കരുളായി 210 മുതൽ 228 വരെ. ഉണ്ണികൃഷ്ണൻ സ്ട്രോങ് റൂം തുറക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ വോട്ടെണ്ണൽ പ്രക്രിയയുടെ ആദ്യ നടപടിക്രമം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. സ്ട്രോങ് റൂം തുറക്കുന്നു. തുറന്നോളൂ ഉണ്ണികൃഷ്ണൻ. തീർച്ചയായും സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. കൃത്യം 7:30 തന്നെയാണ് പറഞ്ഞിരുന്നത്. സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. ഇതിനുശേഷം ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ ടേബിളിലേക്ക് എത്തിക്കും. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കും. എന്തായാലും കരുളായി പഞ്ചായത്തിൽ 210 മുതൽ 228 വരെ ബൂത്തുകളാണുള്ളത്. അമരമ്പലം പഞ്ചായത്തിൽ 229 മുതൽ 263 വരെയും, ചുങ്കത്തറയിൽ 127 മുതൽ 126 വരെയും, നിലമ്പൂർ നഗരസഭയിൽ 162 മുതൽ 209 വരെയും ബൂത്തുകളാണുള്ളത്. എന്തായാലും 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണ്. ഇത് വളരെ നിർണായകമായ ഈ പഞ്ചായത്തുകളിൽ അതോടൊപ്പം തന്നെ നഗരസഭയും വളരെ നിർണായകമാണ്. ഇത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. കൃത്യം അരമണിക്കൂർ മാത്രമാണ് നമുക്ക് ഇതിനായി കാത്തിരിക്കേണ്ട ഒരു കാര്യം. എന്തായാലും 15 മിനിറ്റോടുകൂടി തന്നെ ആദ്യ ഫല സൂചനകൾ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് 15 മിനിറ്റോടുകൂടി തന്നെ ആദ്യ ഫല സൂചനകൾ ലഭിച്ചു തുടങ്ങും. കൃത്യമായ വിവരങ്ങൾ വളരെ വേഗം തന്നെ പ്രേക്ഷകരിലെത്തിക്കാൻ തന്നെ നമ്മുടെ ടീം സജ്ജമാണെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും വലിയ ഒരു സന്നാഹം എല്ലാം തന്നെ ഒരുക്കി, വളരെ സുരക്ഷയെല്ലാം തന്നെ ഒരുക്കി തന്നെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. CCTV നിരീക്ഷണത്തിലടക്കം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഈ റിസൾട്ട് അറിയാൻ കഴിയുമെന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. 8:15 കൂടി തന്നെ ആദ്യ ഫല സൂചനകൾ പുറത്തു വരും. എന്തായാലും വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിന്റെ ആദ്യ പടിയെന്ന രീതിയിൽ തന്നെ സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. ഇനി അരമണിക്കൂർ മാത്രമാണ് വോട്ടെണ്ണൽ ആരംഭിക്കാനായി ഉള്ളത്. അതിനുശേഷം കൃത്യം 15 മിനിറ്റോട് കൂടി തന്നെ ആദ്യ ഫല സൂചനകൾ ലഭിച്ചു തുടങ്ങും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ആദ്യ പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. ഓർക്കുക, ഈ തെരഞ്ഞെടുപ്പിന്റെ ചില പ്രധാനപ്പെട്ട ചില കണക്കുകളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. ആര്യാടൻ മുഹമ്മദിന് ശേഷം 2016 നടന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് കോൺഗ്രസ് പശ്ചാത്തലമുള്ള PV അൻവർ നിലമ്പൂരിൽ വിജയക്കൊടി പാറിച്ചത് എന്ന കാര്യം ഓർമ്മിക്കുക. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ 11,504 വോട്ടിനാണ് അന്ന് അൻവർ തോൽപ്പിച്ചത്. 78.83% അന്നത്തെ പോളിംഗ്. NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ട് അന്ന് നേടിയ വോട്ടുകൾ ഓർത്തുവെക്കണം. ഇന്ന് വോട്ടെണ്ണുന്ന വേളയിൽ അത് ഉപകരിക്കും. അന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗിരീഷ് മേക്കാട്ട് നേടിയ വോട്ട് 12,284 വോട്ട് മാത്രമായിരുന്നു. SDPI സ്ഥാനാർത്ഥി K ബാബുമണി 4,751 വോട്ടുകളാണ് അന്ന് നേടിയത്. നമ്മൾക്ക് ഇനി 2021 ചില കണക്കുകൾ കൂടി ഇന്ന് വോട്ടെണ്ണുന്ന വേളയിൽ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി ഉപകാരപ്പെടുന്ന ചില കണക്കുകളാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും PV അൻവർ മണ്ഡലം നിലനിർത്തിയപ്പോൾ അന്ന് ഭൂരിപക്ഷം 2,700 കുറഞ്ഞു എന്നുള്ള കാര്യം തൊട്ടുമുമ്പ് D ബിനോയ് സൂചിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസിലെ VV പ്രകാശ് ആയിരുന്നു അന്നത്തെ എതിർ സ്ഥാനാർത്ഥി. ആര്യാടൻ ഷൗക്കത്ത് അന്ന് മത്സരിച്ചില്ല. 76.6 ആയിരുന്നു അന്നത്തെ പോളിംഗ് ശതമാനം. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള TK അശോക് കുമാറിന് അന്ന് 8,500 വോട്ടാണ് ലഭിച്ചത്. 8,500 വോട്ട്. ഈ വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് അന്ന് ലഭിച്ച ഈ വോട്ട് 8,500 ഇതൊക്കെ എവിടേക്കാണ് ഇത്തവണ ആ വോട്ട് കൂടുകയാണോ അതോ മറ്റെവിടേക്കെങ്കിലും പോകുന്നുണ്ടോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വോട്ട് എണ്ണുന്ന വേളയിൽ ആലോചിക്കേണ്ടി വരും. അന്ന് SDPIയുടെ ബാബുമണി 3,281 വോട്ടാണ് നേടിയത് എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. D ബിനോയ്.
തീർച്ചയായും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP-യുടെ 8500 വോട്ടും SDP-യുടെ 3281 വോട്ടും ഈ കടുത്ത മത്സരമായിരുന്നു. നമ്മൾ അതിന് മുമ്പിലേക്ക് പാർലമെൻറ്റ് മത്സരങ്ങൾ കൂടി നോക്കണം. അതായത് രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്തെയും പ്രിയങ്ക ഗാന്ധി മത്സരിച്ച സമയത്തെയും നിലമ്പൂരിലെ ഈ 61% പ്രിയങ്ക ഗാന്ധി മത്സരിച്ചത്. പക്ഷേ അവിടെ എതിർ സ്ഥാനാർത്ഥിയായ സത്യൻ മൊകേരിയേക്കാൾ 60,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അന്ന് ലീഡ് ചെയ്തത് UDF-ൻ്റെ പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴും ആ സ്ഥിതിവിശേഷം വരുന്നത്. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ നോക്കി കൃത്യമായി വോട്ട് ചെയ്യുന്ന ഒരു മണ്ഡലം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതാണ് നമ്മൾ പറയുന്നത്. ആത്യന്തികമായി അടിസ്ഥാനപരമായി ഇതിനൊരു കോൺഗ്രസ് പശ്ചാത്തലം അല്ലെങ്കിൽ UDF പശ്ചാത്തലമുണ്ട്. പിന്നെ ഈ മലക്കം മറിച്ചിലുകൾ അല്ലെങ്കിൽ മാറി മറിയുക എന്ന് പറയുന്നത് ഡിപ്പെൻസ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ ആശ്രയിച്ച് തന്നെയായിരിക്കും. കാരണം 2016-ൽ ആര്യാടൻ ഷൗക്കത്ത്, അവിടെ ഒരു പശ്ചാത്തലമുണ്ട്. ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ മന്ത്രിയായിരുന്നു. മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത സമയം സോളാർ വിവാദം കത്തി നിന്ന സമയത്താണ് അവിടെ ആര്യാടൻ ഷൗക്കത്ത് 2016-ൽ മത്സരിക്കാൻ വരുന്നത്. 11,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് PV അൻവർ ജയിക്കുകയും ചെയ്തു. അതിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ഥാനാർത്ഥിയെ നോക്കി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ പശ്ചാത്തലം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു നിർണായകമായ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അതായത് ഇവരെപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്ന 2 നഗരസഭകളിൽ ഒന്ന് നിലമ്പൂരാണ്. നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ 2 പ്രാവശ്യവും LDF-ന് അനുകൂലമായി നിന്നു. വഴിക്കടവ് പഞ്ചായത്തിലും അത് തന്നെ സംഭവിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. MS അത് നേരത്തെ ബിനോയ് തൊട്ട് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളും അതിൻ്റെ കണക്കുകളും ഇതിന് ചില പ്രസക്തി ഉണ്ടെന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകാം. ഒരു ഓർമ്മപ്പെടുത്തൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഈ വോട്ട് എണ്ണുന്ന വേളയിൽ അതിനെക്കുറിച്ച് കൂടി താരതമ്യം ചെയ്യാമല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ മണ്ഡലത്തിലെ വോട്ടിംഗ് ചിത്രം ആകെ മാറുന്നതാണ് പ്രധാനമായിട്ടും കാണാൻ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലാണെങ്കിൽ പോലും നിലമ്പൂർ എന്ന് പറയുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. 2024-ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് മണ്ഡലം നൽകിയത് റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു. അത് 73.57% അന്നത്തെ പോളിംഗ് ശതമാനം. അപ്പോൾ രാഹുലിന് 56,363 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂരിൽ നിന്ന് മാത്രം ലഭിച്ചത്. 56,363 വോട്ടിൻ്റെ ഭൂരിപക്ഷം. എതിർ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആനി രാജയ്ക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലായിരുന്നു രാഹുലിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ BJP-യുടെ K സുരേന്ദ്രൻ അന്ന് ലഭിച്ചത് 17,520 വോട്ടായിരുന്നു ലഭിച്ചത്. അപ്പോൾ അന്നത്തെ പോളിംഗ് ശതമാനം 73.57%. രാഹുൽ ഗാന്ധിക്ക് 99,325. ഇത് നിലമ്പൂരിലേത് മാത്രമാണ് ഈ സൂചിപ്പിക്കുന്നത്. CPI-യിലെ ആനിരാജയ്ക്ക് എന്ന് 42,962 വോട്ടുകൾ. BJP-യിലെ K സുരേന്ദ്രന് 17,520 വോട്ടുകളാണ്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 56,363 ആയിരുന്നു. ഇതിൽ ഒരു പ്രിയങ്ക ഗാന്ധിയിലേക്ക് ഇത് കൂടി വരികയാണെങ്കിൽ, രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിലും മണ്ഡലം കോൺഗ്രസിനൊപ്പമായിരുന്നു. അന്ന് 61.46% പോളിംഗ്. വോട്ട് ശതമാനം അന്ന് കുറഞ്ഞുവെങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധിക്ക് രാഹുലിനേക്കാൾ ഭൂരിപക്ഷം കൂടുകയുണ്ടായി. 65,132 വോട്ടുകൾ പ്രിയങ്കയ്ക്ക് അന്ന് വോട്ടർമാർ നൽകി. എതിർ സ്ഥാനാർത്ഥികളായിട്ടുള്ള സത്യൻ മൊകേരിക്ക് 29,911 വോട്ടാണ് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് ലഭിച്ചതെന്ന് 13,555 വോട്ടായിരുന്നു. ആ പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ 61.46%. പ്രിയങ്ക ഗാന്ധിക്ക് 95,043, അതായത് 68.16% വോട്ടുകൾ. CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള സത്യൻ മൊകേരിക്ക് 29,911, അതായത് 21.45%. BJP-യിലെ നവ്യ ഹരിദാസിന് അന്ന് ലഭിച്ച വോട്ടുകൾ 13,555, അതായത് 9.72%. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 65,132 എന്ന് പറയുന്നതാണ്. ബിനോയ്, ലോക്സഭാ കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്ന് വിശദാംശങ്ങളിലേക്ക് പോയി എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും MS അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ അലയൊലികൾ നിലമ്പൂരിൽ, അതായത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായ നിലമ്പൂരിലും ഉണ്ടായി എന്നുള്ളതാണ്. അത് തന്നെ പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിലും അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നിലമ്പൂരിൽ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ കോൺഗ്രസ് ആത്യന്തികമായി പറഞ്ഞു വയ്ക്കുന്ന അവരുടെ അവകാശവാദം അത് കൃത്യമാണ്. പക്ഷേ പടലപ്പിണക്കങ്ങൾ, തങ്ങളിലുള്ള വാക്പോരുകൾ, പ്രശ്നങ്ങൾ അത്
കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു തീർത്തിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ പറഞ്ഞു തീർത്തിട്ടുണ്ടെങ്കിൽ UDF അനുകൂലമാകും കാര്യങ്ങൾ. അതല്ല, കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങളും UDF പ്രതിസന്ധികളും പഴയതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും UDF മുന്നോട്ട് പോകാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യം, ഈ സാധാരണഗതിയിൽ ലീഗ് അങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കാര്യമായി രംഗത്തിറങ്ങുന്ന പതിവില്ല. എന്നാൽ ഇത്തവണ നിലമ്പൂരിൽ നമ്മൾ കണ്ടത് ലീഗ് മുന്നിൽ നയിക്കുന്ന ഒരു കാഴ്ചയാണ്. PK കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം തന്നെ തങ്ങൾ കുടുംബവും എല്ലാം എല്ലാ ദിവസങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും അവർ ഇറങ്ങിയിരുന്നു, കോൺഗ്രസിനൊപ്പം നിന്നിരുന്നു. പ്രചരണ പരിപാടികളിലൊക്കെ അവർ മുന്നിൽ നിന്ന് നയിക്കാനുണ്ടായിരുന്നു. അതാണ് കോൺഗ്രസിന് നൽകുന്ന പ്രതീക്ഷ. CPM സംബന്ധിച്ചിടത്തോളം CPM ഒരു കേഡർ വോട്ടുകളുണ്ട്, അല്ലെങ്കിൽ പാർട്ടി വോട്ടുകളുണ്ട്. പക്ഷേ ആ പാർട്ടി വോട്ടുകൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി മത്സരിപ്പിച്ചപ്പോഴും ഒക്കെ തകിടം മറിയുന്ന കാഴ്ചയും നമ്മൾ നിലമ്പൂരിൽ കണ്ടു. അപ്പോൾ നിലമ്പൂർ ആർക്കും വേണ്ടിയും അല്ലെങ്കിൽ ആർക്കൊപ്പം അല്ലെങ്കിൽ ആർക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിലൊക്കെ അതൊക്കെ ആ പ്രതിസന്ധി അവിടെ തുടരുമ്പോഴും നന്നായി പ്രവർത്തിച്ചവർക്ക്, നന്നായി പണിയെടുത്തവർക്ക്, നല്ല സ്ഥാനാർത്ഥിയെ എപ്പോഴും പിന്തുണച്ച ഒരു പാരമ്പര്യം നിലമ്പൂരിനുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒപ്പം അതിനിടയിലുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഈ പഞ്ചായത്തുകളുടെ കണക്കോ പഞ്ചായത്തിൽ കിട്ടിയ വോട്ടുകളുടെ കണക്കോ വെച്ചൊന്നും നമുക്കൊരു പക്ഷേ ഒരു വിജയത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്നാൾ ജയിക്കും ഇയാൾ ജയിക്കത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രതിസന്ധികൾ, നിലവിലെ രാഷ്ട്രീയം, ഇതെല്ലാം കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടാൽ അതിന് കൃത്യമായ പ്രതിഫലം മുന്നണികൾക്ക് കിട്ടും എന്നതാണ് നമുക്ക് ഈ കഴിഞ്ഞ കുറേ നാളുകളായുള്ള നിലമ്പൂരിൻ്റെ പോളിങ്ങും അതുപോലെ ഫലവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇവിടെ BJP നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ പ്രാവശ്യം 8500 വോട്ടാണ് 2021 8500 വോട്ട്. പക്ഷേ അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 10,000 മുകളിലേക്ക് നവ്യയ്ക്കും ഒപ്പം തന്നെ K സുരേന്ദ്രനും ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പം BJPയും പിറകോട്ട് പോകുന്ന അല്ലെങ്കിൽ പിന്നിലേക്ക് പോകുന്ന ഒരു മണ്ഡലമൊന്നുമല്ല. ഇതിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡിപ്പെൻസ് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് സ്ഥാനാർത്ഥിയെ തന്നെയാണ്. സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക് നിലമ്പൂരിന് മറ്റൊരു ഘടകം ഇല്ല. MS അത് ഇനി ഒരു 20 മിനിറ്റിൽ താഴെ മാത്രമേ സമയമുള്ളൂ ഇനി നമ്മൾക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓരോ വോട്ടും എണ്ണി ഓരോരുത്തർക്കും ലീഡ് ലഭിക്കുമ്പോൾ ആ ലീഡിൻ്റെ പിറകിൽ എന്താണ്? ആ ലീഡിൻ്റെ പിറകിൽ സാമുദായികതയാണോ? ആ ലീഡിൻ്റെ പിറകിൽ ഭരണവിരുദ്ധ വികാരമാണോ? ആ ലീഡിൻ്റെ പിറകിൽ ആര്യാടൻ ഷൗക്കത്തിനോടുള്ള താല്പര്യമാണോ? ആ ലീഡിൻ്റെ പിറകിൽ വർഗീയതയാണോ? ആ ലീഡിൻ്റെ പിറകിൽ ജനമനസാക്ഷിയുടെ രോഷപ്രകടനമാണോ? ആ ലീഡിൻ്റെ പിറകിൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ആകാംക്ഷയാണോ എന്നൊക്കെ അറിയാൻ കഴിയും. കാരണം അത് ഈ ഒരർത്ഥത്തിൽ അത്തരം എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ സാമുദായികത ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരികയുണ്ടായി. ഡി ബിനോയ്, ഹിന്ദു സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണ് നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷേ ഒപ്പം തന്നെ മുസ്ലിം വിഭാഗങ്ങൾക്കും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും ശക്തിയുണ്ട് എന്നുള്ളത് മറച്ചു വയ്ക്കാനും കഴിയില്ല. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനായിട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുകയുണ്ടായി. ആദിവാസി ഭൂമി പ്രശ്നം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. നിലമ്പൂരിലെ ആദിവാസികളുടെ ഭൂമിക്കായിട്ടുള്ള സമരം ഇന്ന് ഈ വോട്ടെണ്ണൽ നടക്കുന്ന ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുണ്ട്. മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തി എന്ന പ്രതിച്ഛായ ഉണ്ടാക്കാൻ PV അൻവർ ശ്രമിക്കുകയുണ്ടായി. VS ജോയിയിലൂടെ UDF സ്ഥാനാർത്ഥിയാക്കപ്പെടുകയാണെങ്കിൽ ആ രീതിയിൽ അതിൻ്റെ ഒപ്പം താൻ നിൽക്കുമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസിൽ മാണിസാറിൻ്റെ മകനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ശ്രമം നടത്തുകയുണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ വന്യജീവി പ്രശ്നം ഒരു ഭാഗത്തുണ്ട്. ഇങ്ങനെ സാമുദായിക മുതൽ വന്യജീവി വരെയുള്ള എല്ലാ വിഷയങ്ങളും അതിനകത്ത് വന്നുപോയിട്ടുണ്ട്. ഡി ബിനോയ്.